ഉണ്ട്, നല്ല രസമുണ്ടല്ലോ. ഇതെന്ത് ബിൽഡിംഗാണെന്നറിയോ? ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഡൗൺലോഡ് അപ്പുറത്തല്ലേ? ഇവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ടല്ലോ അങ്ങനത്തെ. ഡൗൺ ടൗൺ ആയതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ. ഇവിടുത്തെ ഡൗൺ ടൗൺ ആട്ടെ, അതുകൊണ്ട് തന്നെ കുറേ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അടുത്ത് വരുന്ന വേറെ ചർച്ച് വരുന്നുണ്ടല്ലോ. ചർച്ചുകളൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയുള്ളൊരിങ്ങനെ. നേരത്തെ നിന്റെ അവിടെ കണ്ടിരുന്ന ചർച്ചും ഇതേപോലെ തന്നെ ഇരുന്നല്ലേ. ചർച്ചുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതും ഒരു ചർച്ച കേട്ടോ. നല്ല രസമുണ്ടാവുമോ? അത് പുതാന്നോണോ? കോട്ടേജൊക്കെ പോലത്തെ നല്ല അടിപൊളി വീടുകളുണ്ടായിരുന്നു. ഇത്തിരി സൗണ്ട് ഓഫ് ചെയ്ത് ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ കുളിച്ചിട്ട് പോരുന്നു. നമുക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഉണ്ട്, സ്ഥലമുണ്ട്. എന്തോരം ആൾക്കാരവിടെ മീൻ പിടിക്കാൻ നിൽക്കണേ. അതുപോലെ മീൻ കിട്ടണുണ്ടാവോ? വേണ്ട ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കണ്ട അവിടെ. എവിടെയൊക്കെ ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കണ്ടേ? ചൂണ്ട കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് കാര്യം പറഞ്ഞ കുറെ ആൾക്കാർ അത് വെള്ളത്തിൽ ഇറങ്ങിക്കണേ. എനിക്ക് തോന്നുന്നത് നല്ല സാൽമണ്ണൊക്കെ പോണ വഴിയാന്ന് തോന്നുന്നത്. ഓ എന്ത് വ്യൂ ആ നോക്കിക്കേ. നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കട്ടാ. ഇവിടെയൊക്കെ നോക്കിക്കേ, എന്താ രസം നോക്കിക്കേ. സൂപ്പർ ഭംഗിയായിട്ട് കാണാൻ വേണ്ടിട്ട്. ഇതിന്റെ താഴെ ഉണ്ടല്ലോ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് മരങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അതിനെ അധികം കാണാൻ വേണ്ടിട്ട് പറ്റില്ല. ചില സ്ഥലത്ത് ആ വീടുകളൊക്കെ കാണാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കാണാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. വീഡിയോ ഒന്നും പിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ വണ്ടി പാസ് ചെയ്ത് പോകുമല്ലോ. നല്ല രസമുള്ള വീടുകളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ നിറച്ചിങ്ങനെ പുല്ലുകളൊക്കെ വെട്ടി നിർത്തിയിട്ട് നല്ല ഭംഗിയുണ്ട് ചില സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മതി ചാർജ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് വരുന്ന വഴി ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഹൈവേന്ന് എക്സിറ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളിലേക്കുള്ള വഴിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ? എല്ലാവരും ഇങ്ങനെ ഒരുപാട് വലിയ വലിയ വീടുകളല്ല, ചെറിയ ചെറിയ വീടുകളൊക്കെ ആണെങ്കിലും എല്ലാവരും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വീടുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്ര മൈലുണ്ട്? 7.6 മൈൽ. അപ്പോൾ നമ്മുടെ മ്യൂസിയത്തിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് ഏതായാലും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പക്ഷെ വണ്ടികളൊക്കെ വളരെ കുറവാട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോരോ വീടുകളൊക്കെ നമ്മൾ കുറേ വീടുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നോക്കി നല്ല ഭംഗിയുള്ള എന്തോ ഒരു പൂ നിൽക്കണ്ടായിരുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചെവിടെ അടഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ രണ്ട് സൈഡിൽ നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പാറകളൊക്കെ നോക്കി നല്ല രസമുണ്ട്.
കോസ്ട്രിക്ക ഇരിക്കണേ റോഡുകളൊക്കെ അല്ലേ? റോഡുകളൊക്കെ ഇങ്ങനെയാ? പിന്നെ പാറയ്ക്കില്ല ചില റോഡുകളൊക്കെ. ഓക്കെ ഓക്കെ, ചില റോഡുകളൊക്കെ ഇങ്ങനെയാന്ന് പറയുന്നത്. ഇവിടെ എന്താ പാറകൾ നോക്കി, വലിയ പാറ കിട്ടും. റോഡ് ഭയങ്കര രസമുണ്ടല്ലേ റോഡ്, നോക്കി ഓടിക്കട്ടെ. അവിടെ കുറേ ആൾക്കാർ ബൈക്ക് നിന്നിട്ട് ബൈക്ക് റൈഡുകാര്. അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട് പുറത്ത്. റോഡ് ഭയങ്കര കർവായിട്ടുള്ള. ആഹാ, ഓസ്ട്രേലിയയിലെ റോഡുകൾ ഇങ്ങനെയാന്ന് ഇപ്പൊ നീനേം പറയുന്നുണ്ട്. ഭയങ്കര കറുവട്ട ഈ റോഡ്. അമ്പോ ഇങ്ങനെയല്ല ചില റോഡ് കള്ളായി നീന പതുക്കെ പോയാൽ മതി. വലിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റോഡിന് അധികം വീതിയൊന്നുമില്ല കേട്ടോ, പക്ഷെ നല്ല സൂപ്പർ സ്ഥലം. ഇത് പാറ കണ്ട് തുറന്നിട്ടുണ്ടാക്കിയേക്കണ റോഡാന്ന് തോന്നുന്നത്. കാണാൻ വിളിച്ചിട്ട് ബൈക്കാർ ഇതിലേക്കായിരിക്കും പോണത്. അത് മറ്റേതൊരു ഗ്യാങ്ങായിരുന്നു. വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ വലിയ വണ്ടികളൊന്നും അതിലേ പോകില്ല, പക്ഷെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. കുറേ ബൈക്കാർ ഇവിടെയൊക്കെ ഓരോരുത്തർ നിൽക്കുന്നുണ്ട്. ഇത് ബൈക്കാരൊക്കെ കൂടുതൽ വരാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന വഴിയാന്ന് തോന്നുന്നു. ഇവിടെയല്ല സ്ഥലം, ഇവിടെയല്ല, പക്ഷെ ആ വീട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതവിടെ ഒരു വീട് ഇരിക്കണ വീടാന്ന് തോന്നണു. ഞങ്ങളുടെ ഇവിടെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ പോയി. ഇവിടെ കണക്ഷൻ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴി ഇനിയിപ്പോൾ നമുക്ക് മിസ്സായി പോയി. നോക്കിക്കേ, മരം കൊണ്ട് പന്തച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു വീട് മതി പോലത്തെ നമുക്ക് താമസിക്കാം, മരം വെച്ചടിച്ചിട്ട്. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല. 5-6 വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ വഴിയൊക്കെ ഞങ്ങൾക്ക് മിസ്സായി പോയി. ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് തന്നെ പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ ഞങ്ങളുടെ കണക്ഷൻ പോയിട്ട്. ചിലപ്പോൾ ഇവിടെ റിവർ കേട്ടോ നോക്കിക്കേ. ഇവിടെ ആരും ഇല്ല നമുക്ക് ചോദിക്കാനാണെങ്കിലും. അപ്പോൾ ഇതിലെ ഒരു കുഴവുണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷെ വെള്ളമൊക്കെ ആകെ കലങ്ങി മറിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ വഴി തെറ്റിപ്പോയി എന്നല്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ പോയി. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഇടാട്ട അഡ്രസ് ഇട്ടാണ്. It's really cute. Oh yeah, look. Them again. Papa, don't go to them. You have to wait for mommy. You don't open. Mommy, go open the fridge. ദൈവമേ, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഇവര് എന്തൊക്കെ പറഞ്ഞു കൊണ്ടുവന്നേ. Wow, I didn't know there was all this stuff. Yeah, most people don't. Wait until you get inside deep. There's a lot of stuff. Freezer, what's that under? Wow! For hot pot. മാതാവേ, It's nature. പപ്പയ്ക്ക് അറിയായിരുന്നു. അപ്പൊ നീ ഇവിടെ സർപ്രൈസ് ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ എനിക്ക് ഇവിടെ ഫ്രിഡ്ജിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ സാധനങ്ങൾ എന്റെ അമ്പോ. ആഹാ, സോഡ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പാല് വാങ്ങിച്ചിട്ടുണ്ട്, ചായക്ക്. നോക്കട്ടെ ഞാൻ എടുത്തിട്ട്. പിന്നെ എന്തൊരു സാധനം ഇരിക്കണേ? ചെറിയന്റെ ഫേവറേറ്റ്. പിന്നെ പാല്, ഫഡ്ജ് ഡെസേർട്ട്, സോഡയുണ്ട്, 2 ബോക്സ് മാങ്ങ, 2 ബോക്സ് മാങ്ങ. പിന്നെ അടിയിൽ വേറെ കോണ്. ചെയ്യാൻ പുറത്ത്.
പേരക്കായ, green sprouts, bok choy, cake. പിന്നെ ഒരു സാധനം അവിടെ ഉടുപ്പിന്റെ ഉള്ളിൽ പോകുന്ന വെച്ചേ അതാണ് താറാവറി. ഓ നീ എപ്പോഴും പറയാൻ എൻ്റെ അടുത്ത് മമ്മി ഞാനുണ്ടാക്കണ താറാവൂരി ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് കാരണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുറെ സമയം എടുക്കുന്നതാണ് അല്ലേ? അത് കുറെ ചെറിയ ചൂട്ടിൽ എത്ര സമയം എടുക്കും അത് റെഡി ആയിട്ട് വരാൻ വേണ്ടിട്ട്? 4 മണിക്കൂർ എടുക്കും. 4 മണിക്കൂർ എടുക്കും. അപ്പൊ അത് റെഡി ആയിട്ട് വരാൻ വേണ്ടി 4 മണിക്കൂർ എടുക്കും. അപ്പൊ താറാവറി തിന്നു കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് പറയട്ടെ. അപ്പൊ ആ താറാവറി ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ അമ്മ പേരക്കുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഉള്ള സാധനങ്ങൾ അവള് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പേരക്കുണ്ട്, പിന്നെ ഇത് ബീൻസ് സ്പ്രൗട്ട്, പിന്നെ മഷ്റൂം, പിന്നെ മഷ്റൂം 2 തരത്തിലുള്ള മഷ്റൂം ഉണ്ട്, പിന്നെ മത്തങ്ങയുണ്ട്. ഇത് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഹോട്ട് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത്. പിന്നെ പൗണ്ട് കേക്ക് ഉണ്ട്, പിന്നെ ലച്ചി ഉണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ മഫിനൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു സാധനം ഫ്രീസറിലും കുറേ സാധനങ്ങൾ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. ബീഫ് ഇതൊക്കെ ഇങ്ങനെ തിൻ സ്ലൈസ് ആയിട്ട് ചെയ്തേക്കുന്നതാണോ അല്ലേ? ഇത് അവള് ഹോട്ട് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തിൻ സ്ലൈസ് ആയിട്ട് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഒരു സാധനം വൈറ്റ് കട്ട് ഷ്രിമ്പ് ഉണ്ട്, പിന്നെ ലോബ്സ്റ്ററിന്റെ തേയില്, പിന്നെ ഷ്രിമ്പ് ഉണ്ട്, പിന്നെ എന്ത് വേണം എന്റെ തേച്ചിട്ട് പോലെ തിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നോ നല്ലത് എന്നിട്ട് സാധനം. അത് ഡംപ്ലിങ്സ് ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. വൈനാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നീന എന്നെ അറിയാണ്ട് കുറച്ച് റൈസൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വീട് ഇനി പിന്നെ കാണിക്കാട്ടോ. ഞങ്ങൾ കുറച്ച് നേരം മുമ്പ് ഇവിടെ എത്തിയുള്ളൂ. അപ്പോൾ ഇവിടെ അലീനെ പിന്നെ പോൾസേട്ടനെ ഇരുന്നിട്ട് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അലീനെ പപ്പേൻ്റെ അടുത്ത് പറയുന്നുണ്ട് പപ്പ മോഡലായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്നിട്ട് സാധനം കുടിക്കണേ കാപ്പി. പപ്പ എന്നിട്ട് സാധനം കുടിക്കണേ കാപ്പി. 2 പേര് ഇരുന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ വേറൊരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇയാള് ഇവിടെ ഫോണുമ്പോൾ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഫയർ ഇട്ടിട്ടുണ്ട് നമ്മള്. ഇതിന്റെ ഉള്ളില് ഫയർ അതൊക്കെ ഞങ്ങൾ വന്നപ്പോഴേക്കും നീ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് സാധാരണ ഇങ്ങനെ ഈ പഴയ വീടുകൾക്കൊക്കെ കാണാം അല്ലേ? പിന്നെ അല്ല ഇങ്ങനത്തെ ഇതുണ്ടാവല്ലോ, ഇങ്ങനത്തെ വീടുകൾക്ക് എന്താ പറയണേ? അല്ല ചിമ്മിനി അല്ല. ഇതിപ്പോ സാധാരണ വീടുകൾക്ക് ഇപ്പൊ പുതിയ വീടുകൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. ക്യാബിൻ അങ്ങനത്തെ ടൈപ്പ് വീടുകൾക്കൊക്കെ ഒരു ആന്റിക് ലുക്കാണ്. അത് കാണുമ്പോൾ നല്ല രസമാണ്. അത് നല്ല രസമാണ്. ഇതിന് ബാക്കിലേക്ക് വലിയൊരു പോക്കുഴലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് അത് ഇവിടെ. അതിനെ തിരിച്ചു മറിച്ചിടാനുള്ള സാധനങ്ങളൊക്കെയാണ് അത് എവിടെ ഇരിക്കുന്നത്. പിന്നെ ആ വുഡ് എടുത്തിടാനുള്ള ഗ്ലൗസ് അതിപ്പോൾ നീ അവിടെ എടുത്തതാണ്. വുഡ് അവിടെ പുറത്ത് കുറേ കിടക്കുന്നുണ്ട്. പിന്നെ അത് ഇതിൻ്റെ ഉള്ളിലാണ് വുഡിനെ കെട്ടി കൊണ്ടുവരുന്നത് അല്ലേ? അതിൻ്റെ ഉള്ളിൽ വുഡ് ഉണ്ടെന്നാണോ അല്ലേ? അതിൻ്റെ ഉള്ളിൽ ഒരു കഷ്ണം ഇരിക്കുന്നുണ്ടെന്നാണോ? പിന്നെ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കർപ്പൂരം വെച്ചിട്ടുണ്ടായിരുന്നു. കർപ്പൂരം എവിടെയാ? അതിൻ്റെ ഉള്ളിൽ കർപ്പൂരം ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി കത്തിച്ച് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ നാളെ കത്തിക്കുന്നേ. ഇതാണ് കർപ്പൂരം. ഞാൻ സത്യം പറഞ്ഞാൽ കർപ്പൂരം കണ്ടിട്ടില്ല കേട്ടോ. നാട്ടിലൊക്കെ ഇങ്ങനെ കർപ്പൂരം ഓരോ കാര്യത്തിനൊക്കെ എടുക്കാറൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് കർപ്പൂരം കാണുന്നത്. അപ്പൊ നീ അതിവിടെ നിന്നിട്ട് കുറെ സെർച്ച് ചെയ്ത് നോക്കണ്ടായിരുന്നു. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയല്ലേ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്? കർപ്പൂരം കർപ്പൂരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് സെർച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ. ഇപ്പം തന്നെ ഞങ്ങൾ വന്ന് കയറിയിട്ടുള്ളൂ. ഞങ്ങൾ വന്ന് കയറിയിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞെട്ടിത്തെറിക്കലും മാറിയിട്ടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നാളെ പിന്നെ ഇവിടെ പുറത്തേക്ക് ആയിരുന്നാലും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. പിന്നെ മുകളിലാണ്ട് ഇതിൻ്റെ ബെഡ്റൂമൊക്കെ നല്ല രസമായിട്ടോ വീട് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് വുഡും കൊണ്ട് ഇതാ ചെയ്തേക്കുന്നതാണ്. കിച്ചണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ. അന്ന് കയറിയപ്പോൾ തന്നെ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് മമ്മിക്ക് പറ്റിയ കിച്ചണാണ്, മമ്മിക്ക് നല്ല ഇഷ്ടമാവും എന്ന് പറഞ്ഞത് കിച്ചൺ. ഇവിടെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്നും ഒതുക്കിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 ദിവസം ഉണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ ഉണ്ട്. ഇങ്ങനത് പകൽ കാണിക്കുമ്പോൾ കുറച്ചുകൂടി ഇതാവുള്ളൂ. ഇപ്പോൾ ഇവിടെ നേരെ ഇരുട്ട്. ഇപ്പോൾ സമയം എന്താ ഇനിയ? ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ കാണിക്കില്ല, നാളെ ഫുള്ളായിട്ട് കാണിക്കാം. പുറത്തേക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിവറൊക്കെ പോകുന്നുണ്ട്. നല്ല സൂപ്പർ ഭംഗിയാണ്.
പിന്നെ മുകളിലേക്കാണ് ബെഡ്റൂമൊക്കെ. നല്ല അടിപൊളി നല്ല ക്യൂട്ട് ഹൗസാണത്. മഷ്റൂം ഇല്ലല്ലോ നമ്മുടെ ഓക്കെ. അപ്പോൾ ഒരു ഹോട്ട് പോട്ട് ചെയ്യാനുള്ള സെറ്റപ്പുകൾ ചെയ്യാട്ടാ. നീയ ഫ്രിഡ്ജിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കണു. നീന ഇവിടെ പ്ലേറ്റുകളൊക്കെ എന്തേ റെഡി ആക്കിയിട്ട് വയ്ക്കണു. ഹോട്ട് പോട്ടിൽ മത്തങ്ങ ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതാണ് മത്തങ്ങ കൊണ്ടുവന്നത്. ഇന്ന് ഭക്ഷണം കഴിച്ച് എൻ്റെ വയറ് പൊട്ടുമെന്ന് തോന്നണേ. മുഴുവൻ എടുക്കണ്ട മോളൂ. മുഴുവൻ കഴിക്കില്ലേ? I got a sauce. I couldn't find the peanut one. I didn't find a small packet, but I got അലീന ഇവിടെ കിടന്നിട്ടേ dipping sauce. Nothing. Well, no, wait. What's behind the clock? And then I have a bowl for the sugar. ഞാൻ പഞ്ഞി വെച്ചാണ് സാധനം. അപ്പൊ അതിന്റെ പ്ലേറ്റുകളൊക്കെ നിരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. No, I caught them in cargo. ആ ഓക്കെ. They're going in the dishwasher. അലീന Oh, no, എന്തായാലും you can wash these. Wash these for now. We'll need them. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ചായ കുടിച്ച ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഡിഷ് വാഷറിൽ വെക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ അലീനയ്ക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അലീന കഴുകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷ്രിമ്പൊക്കെ കൂടുതൽ കിട്ടോ? Yeah. This is the. I have the hot pot broth though. Wait, we only need 3 cups clean, right? I don't know what you want me to clean. What we need now? Clean everything. Well, I gotta put it in the dishwasher. Clean them all. I'm getting a headache. എന്താണ്? ആ അത് മറ്റേത്. ഞങ്ങൾക്ക് ഇതിന് പേര് പറഞ്ഞല്ല. ലോബ്സ്റ്റർ. ലോബ്സ്റ്റർ. ലോബ്സ്റ്റർ ഉണ്ട്. ഇതായ അലീനയുടെ പ്ലേറ്റുകളിൽ Go into ഓക്കെ. എന്ത് സാധനം? ഓ അത് നമ്മൾ കൊണ്ടുവന്നപ്പോൾ കുറച്ച് അരി അതിനകത്ത് പോയിട്ടുണ്ടായിരുന്നു. അരി കളയണത്. Just hold the hooks and stuff with them. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെലിഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ടേബിളിന്മേൽ നിരക്കുന്നുണ്ട്. We put the meat onto the plates? No, we'll just take it and unwrap them. There's 3 beefs and 1 lamb. ആഹാ. 2 lambs. No. ആ 2 ലാമ്പ് 2 ബീഫ് ആയിരിക്കും ആണോ? No, it was 1 beef. There was 3 beef, 1 lamb. ഇതുണ്ടല്ലോ ഇത് പെട്ടെന്ന് വേവും. നമ്മൾ നല്ല തിളച്ച സോസിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് കുക്കായി കിട്ടും. അപ്പം അത് അതേപോലെ ഭയങ്കര തിൻ സ്ലൈസ് ആയിട്ട് ചെയ്യുന്നത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അത് ഇതായി സാധനം ജസ്റ്റ് ഒന്ന് തിളച്ച സോസിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ തന്നെ റെഡി ആയിക്കോളും. പിന്നെ ഇവിടുത്തെ മീറ്റൊക്കെ ആകുമ്പോൾ ഞാൻ പറയാറില്ലേ നിങ്ങളുടെ അടുത്ത് ബീഫൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വേവും എന്ന് പറയാറില്ലേ? ബ്രോയിലർ ചിക്കൻ്റെ പോലെ. നമ്മുടെ നാട്ടിലെ ബീഫൊക്കെ നമ്മൾ കുറേ നേരം നമ്മൾ കുക്കറിലൊക്കെ വിസിലടിച്ചാലേ വേവില്ല. പക്ഷെ ഇവിടുത്തെ ബീഫ് അങ്ങനെ വേവില്ല. ഇത് തിൻ സ്ലൈസ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ഹോട്ടിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ബീഫാട്ടത് മീറ്റുകൾ. ഇതിനകത്ത് ലാമ്പും ഉണ്ട് ബീഫും ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇത് മഷ്റൂം ആട്ടോ. ഇതിനകത്ത് 2-3 വെറൈറ്റി മഷ്റൂം ഉണ്ട്. അത് തുറന്നിട്ടില്ല, തുറക്കുമ്പോൾ കാണിക്കാം. പിന്നെ അത് വേറെ ടൈപ്പ് ഒരു മഷ്റൂം ഉണ്ട്. പിന്നെ ഉണ്ട് ഈ മഷ്റൂം ആയിരുന്നാലും ഹോട്ട് പോട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ്. ഇത് ഞാൻ നിങ്ങളതിനെ ഇതിനു മുമ്പ് നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഓ ഓക്കെ. എനിക്കുള്ള ചെയറൊക്കെ അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സമയം നേരെ ഇരുട്ടായി കൊണ്ടിരിക്കണ്ട കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ നേരെ ഇരുട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സമയം ഇപ്പോൾ എത്ര മണിയായിട്ടുണ്ട്? 6:30 ആയിട്ടുണ്ട് സമയം. എന്താ അവിടെ സമയം കാണിക്കുന്നുണ്ട്? 6:30 ആയിട്ടുണ്ട് ടൈം. You go the other way. So I'll look a little murky to you. That's fine because we're gonna heat it up. ഇനി നമ്മുടെ അതേ ഹോട്ട് പോട്ടിനുള്ള പാത്രം കേട്ടോ. ഇതാണ് നമ്മൾ ഹോട്ട് പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം പാത്രം. സാധാരണ ഹോട്ട് പോട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് നമ്മുടെ കയ്യിൽ ഇതുണ്ടാവില്ലേ? ഒരു ഇതായിരിക്കും സെപ്പറേറ്റ് ഇത്
എന്താടാ നീ ഞാൻ പറയണേ സെപ്പറേറ്റ് ഓരോ അടുപ്പിന് വേറെ പേര് പറയില്ല. സെപ്പറേറ്റ് വേറെ ഓരോ സ്റ്റൗ ഉണ്ടാവും, ചെറിയ സ്റ്റൗ. അതുകൊണ്ട് ഓരോരുത്തർക്കായിട്ടാണ് സാധാരണ ഹോട്ട് പോട്ട് എടുക്കുക, അല്ലെങ്കിൽ 2 പേരിട്ട് ഷെയർ ചെയ്യും. ഇതിപ്പോ നമ്മള് വലിയത് ഒരെണ്ണം വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ മറ്റേത് ഹോട്ട് പോട്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്തുണ്ട്, ചെറിയ ഗ്യാസിന്റെ കുഞ്ഞ് സിലിണ്ടർ വെച്ചിട്ട് കത്തിക്കുന്ന ചെറിയ അടുപ്പുകൾ നമ്മുടെ അടുത്ത് 2-3 ഉണ്ട്. അപ്പോൾ നമ്മളിത് ഓരോരുത്തർക്ക് വെച്ചിട്ട് ഓരോരുത്തർ അതിനകത്ത് ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുക ചെയ്യാത്. ഇത് ആരുടെ ഇതാണ് നീയ ഹോട്ട് പോട്ട്? ചൈനക്കാരുടെ? ഓക്കെ, ഇത് ചൈനക്കാരുടെ ഇതാട്ട ഹോട്ട് പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിന് നോക്കിക്കേ 2 സെപ്പറേഷൻ ഉണ്ട് അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക. ഇവിടെ ലൈറ്റിങ് കുറവാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇരുട്ടായിപ്പോഴേ ലൈറ്റിങ് അതിനകത്ത് അതിൻ്റെ ഒരു സോസ് ഉണ്ട് കേട്ടോ. ആ സോസാണ് ഇപ്പോൾ അതിനകത്തേക്ക് നീന ഒഴിക്കണത്. ഈ സോസ് ഒഴിക്കും. ഇതിപ്പോൾ നമ്മൾ സാധാരണ സ്റ്റൗവും വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ അടുത്ത് ആ സ്റ്റൗ നമ്മുടെ അടുത്തില്ലല്ലോ. അപ്പം നമ്മുടെ അലീന ഇവിടെ ഇരുന്നും കിടന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ പുറത്തേക്ക് നല്ല ഇതാട്ടെ. ഇപ്പം ഇലകളൊക്കെ വരുന്ന സമയമായതുകൊണ്ടേ ഇത് ഭയങ്കര പൊക്കത്തിലായിട്ടാണ് ഇരിക്കുന്നത്, ഈ നമ്മുടെ വീട് ഇരിക്കുന്നത്. റോഡാണ് അവിടെ താഴെ കാണുന്നത്, കാണണ്ട അവിടെ ഒരു പുഴയൊക്കെ പോകുന്നുണ്ട്. അവിടെ കുഞ്ഞ് ലാമ്പൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ചെയറൊക്കെ ഉണ്ട്. നല്ല സ്നോ വീഴുന്ന സമയമൊക്കെ ആകുമ്പോൾ നല്ല സൂപ്പർ രസമായിരിക്കും ഇവിടെ നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നല്ല മഴ വീഴുന്ന സമയത്തൊക്കെ ആയിരുന്നാലും നല്ല രസമായിരിക്കും. പക്ഷെ ഇപ്പം നല്ല വെതറാട്ടാ. ഇപ്പം തണുപ്പ് മാറി, എന്നാൽ ഭയങ്കര ചൂടുമില്ല, നല്ല ഒരു ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ടുള്ള നല്ലൊരു വെതറാണ് ഇത് അടച്ചിട്ടേട്ടാ. എന്താ ഇനി എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാ ഇനി ഉണ്ടോ വയ്ക്കാൻ വേണ്ടിട്ട്? ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നീയുടെ താറാവേറിയും കഴിക്കണം. എനിക്ക് ശരിക്കും നീയുടെ താറാവേറി ചോറ് കൂട്ടി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതെന്തായാലും നമ്മള് കഴിക്കും. ആഹാ, അതെൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയാറുണ്ട്, ഞങ്ങൾ താറാവേറി ഉണ്ടാക്കാറുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞുമ്പോൾ അവൾക്ക് അധികം സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് എനിക്ക് സ്ലോ കുക്ക് ചെയ്തിട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇത് കുറേ സമയം എടുക്കുന്നതാണ് അല്ലേ? ചെറിയ എന്നിട്ടൊക്കെ ചേർക്കാൻ കഴിഞ്ഞാൽ മെയിനായിട്ട് കുറേ സാധനങ്ങൾ അല്ല, മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ മെയിനായിട്ട് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് മിൽക്ക് ആയിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. ഇതിന് എന്നിട്ട് സാധനം ഫ്ലേവർ കൊടുക്കണേ മെയിനായിട്ട് തക്കാളി, വെളുത്തുള്ളി, സവോള, പിന്നെ കുറെ സ്പൈസസും ഒക്കെ മിക്സ് ചെയ്തിട്ട്, പിന്നെ തക്കാളി പറഞ്ഞു, പിന്നെ വൈൻ ഒഴിക്കും. ഓ, വൈൻ ഒഴിക്കും. ഓക്കെ, കുറെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ഫാറ്റും കൂടിയിട്ട് അതിനകത്ത് കിടന്നിട്ട് അത് വേവാന്ന് തോന്നണം അല്ലേ? താറാവിന് മീറ്റ് അതിനകത്ത് ഇട്ടിട്ട് നമ്മള് ഓക്കെ ചെറിയ ഇതിനകത്ത് ഇട്ടിട്ട് ഫാറ്റ് ഇട്ടിട്ട് അതിനെ ഫ്രൈ ചെയ്യാനല്ലോ ചെയ്യണേ, നീ ബേക്ക് ചെയ്യാന്നാണോ അല്ലേ? അത് കഴിഞ്ഞിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മസാലയിലേക്ക് ഇടണേ. കുറെ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ താറാവറി റെഡി ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്തായിരുന്നാലും നീയാനോട് ചോദിച്ചു കഴിഞ്ഞിട്ട് ആ താറാവറി നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും മീറ്റുകളിൽ കൂടുതൽ ഇഷ്ടമുള്ള മീറ്റാണ് താറാവ്. അത് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ താറാവിനെ നമ്മൾ കറി വയ്ക്കാറില്ല. എന്നിട്ട് നമുക്ക് താറാവിന്റെ മീറ്റാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. എല്ലാ സാധനങ്ങളും ഇവിടെ അടിപൊളിയാക്കിയിട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ മത്തങ്ങ കട്ടിയുണ്ടേ. അവരൊക്കെ ഇവിടെ ഫോട്ടോ അവരൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട്. ഇത് ചെയ്യ്. ഞാനോ ഒന്നും ചെയ്യില്ല, എനിക്കൊന്ന് റെസ്റ്റ് ആണല്ലോ.
Yeah, I'm not already keep. അതന്നെ എൻ്റെ അടുത്തൊന്നും പണിയൊന്നും എടുക്കണ്ട അത് നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണിയൊന്നും എടുക്കത്തില്ലെന്ന് I put garlic juice and salt. Oh. Thank you. എന്താ പ്ലേറ്റ് എടുത്ത് Is that? Yeah, it is lobster. ലോബ്സ്റ്റർ ഇട്ടുണ്ട് Oh, how's the lobster? Okay. ലോബ്സ്റ്റർ പെട്ടെന്ന് വേദനിക്കും That's what I thought too. ഞാൻ കറി വെച്ചപ്പോഴേ ചെറിയ യാത്രപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പറഞ്ഞ പോലെ താറാവ് കുക്ക് ചെയ്ത പോലെ നമുക്ക് സ്ലോ കുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു 10-15 വേവ് കൂടുന്നു What I need? You just need that. Here, say ah. No, please say ah. No, let me start. Say ah. നല്ല സോസ് അത് Would you like some more? Would you like some bok choy? I know the bok choy. No. Nina, please. Salsa. Yeah. Would you salsa lobster? Yeah. Lobster? അപ്പം ഇനി വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് കഴിക്കട്ടെ കേട്ടോ Squash ready ആയിട്ടുണ്ട്. ആഹാ ഓക്കെ അപ്പോൾ നമ്മുടെ മത്തങ്ങ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു മത്തങ്ങ നല്ല രുചിയായിട്ട് ശരിക്കും നല്ല ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ ബീഫിൻ്റെ അതിനകത്ത് ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു നമ്മുടെ സാധാരണ മത്തങ്ങ ടേസ്റ്റ് ഇല്ല കേട്ടോ അത് കുറച്ചും കൂടി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് കുറച്ച് നല്ല ഹാർഡായിട്ടിരിക്കും നല്ല നൂറുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് What's your favorite so far? അപ്പോൾ നമ്മുടെ മത്തങ്ങ റെഡി ആയിട്ടുണ്ട് മത്തങ്ങ ടേസ്റ്റ് നോട്ടിട്ടാ നീ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ബട്ടർ സ്പോട്ടിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു കഴിച്ചോട്ടോ ഞാൻ നേരത്തെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രുചി അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ശരിക്കും ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാമല്ലോ ബട്ടർ സ്കോച്ച് ഭയങ്കര ടേസ്റ്റാണ് മത്തങ്ങയുടെ പോലെ ഇതിന് അതിനും ടേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് വേണം നടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേരെന്താ കബൂച്ചേ അങ്ങനെ എന്താ പേര് KOBUCH. നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് കാണുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഷേപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഒരു പച്ച കളറിൽ ഇങ്ങനെ ഇരിക്കും പക്ഷെ ശരിക്കും മുട്ടപ്പഴത്തിന്റെ നമ്മുടെ നാട്ടിലെ മുട്ടപ്പഴം ഉണ്ടല്ലോ മുട്ടപ്പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് മുട്ടപ്പഴം പോസ്റ്റേരി ചെന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാറില്ലേ പറിക്കുന്നതേക്കും എന്ത് രുചിയെന്നറിയാം നല്ല ടേസ്റ്റ് നല്ല മൂറും വാഴയിൽ വെച്ചിട്ടുണ്ടെങ്കിലുണ്ടോ അലിഞ്ഞു പോകും നമ്മുടെ ഈ മധുരം കിഴങ്ങൊന്നും ഇതിന്റെ അടുത്ത് നിൽക്കില്ല അത്രയ്ക്ക് ടേസ്റ്റ് എന്ത് രുചിയാ അടിപൊളി ശരിക്കും മുട്ടപ്പഴത്തിന്റെ ടേസ്റ്റിന്റെ അടുത്ത് വരുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ ഇതുണ്ടല്ലോ ഈ മത്തങ്ങയുടെ ഒന്നും കൂടി പറയട്ടെ കേട്ടോ ഇത് നമ്മൾ ഇന്ത്യൻ കടയിൽ കാണാറുണ്ട് ഒരു പച്ച കളറിൽ റൗണ്ടിന് ഉള്ളത് പക്ഷെ അതിന്റെ ആ സാധനം അല്ല കേട്ടോ ഇതിന്റെ ടേസ്റ്റിന് ശരിക്കും ഭയങ്കര വ്യത്യാസമുണ്ട് ഇത് നീ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ ജപ്പാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ലേ കബൂച്ച സ്ക്വാഷ് എന്നാട്ടോ ഇതിന്റെ പേര് അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കടയിൽ കാണാറുണ്ട് അപ്പൊ ഞാൻ നേരടുത്ത് ഇത് കുക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഇന്ത്യൻ കടയിൽ നിന്ന് ഞാൻ വാങ്ങാറുണ്ടല്ലോ അങ്ങനെ സാധാരണ നമ്മുടെ മത്തങ്ങയുടെ ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഇത് ആ സാധനമല്ല കബൂച്ച സ്ക്വാഷ് അതാണ് ഇതിന്റെ പേര് ഭയങ്കര രുചിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് എന്ത് രസം അത് കഴിക്കാൻ വേണ്ടിട്ട് നല്ല രുചി നിങ്ങൾ ഞാൻ എപ്പോഴും ഉറങ്ങാ എത്ര മണിക്ക് ഉറങ്ങാ Go back. Alina, pull that. Nina, take that 8-pack. You got a red. This 8 you put down. I feel like No, she did it right. You can. Okay, fine. I Yeah, just that's fine. asked That's you, you fine. said I could stack. Yes, you did say that actually. That's fine. അപ്പോൾ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളുത്തിട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായിരുന്നു നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഇത് നമ്മൾ 2 മാസം മുമ്പ് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിയയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ നിയ എവിടെയല്ല താമസിക്കുന്നത് നിയ താമസിക്കുന്നത് വാഷിങ്ടൺ DC-യിലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്തത് അലീനയുടെ കോളേജ് കഴിയുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് അലീനേനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് വാഷിങ്ടൺ DC-യിലേക്ക് പോവും അത് കഴിഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത വേറൊരു സ്റ്റേറ്റാണ് വെർജീനിയ അപ്പോൾ വെർജീനിയയിൽ കുറച്ചൊക്കെ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയും പോവാം അങ്ങനെ ഒരു 4 ദിവസം പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവർ എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനറിയാണ്ട് ഇവർ അതിനെ സർപ്രൈസ് പാർട്ടി ആക്കിയിട്ട് അവർ നിയയുടെ അടുത്തേക്കൊന്നും പോയില്ല നമ്മൾ
അലീനയുടെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ എനിക്ക് ഫോറസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു വീട് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അലീനയുടെ അവിടെ നിന്ന് അലീനയുടെ വീടൊക്കെ മാറി കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അണ്ട് അലീനയുടെ അവിടെ നിന്ന് വീടൊക്കെ മാറി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിക്കുന്നത് അതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വാഷിങ്ടൺ DC പോകാമെന്നുള്ള ഇതിനകത്താണ് ഞാൻ വണ്ടിയിലിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അലീന എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നമ്മൾ ഈ വഴിക്ക് കുറേ നാളായി നമ്മൾ അങ്ങനെ പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും നാളിങ്ങനെ ഒരു മ്യൂസിയം കണ്ടിട്ടില്ലല്ലോ, നിങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, അത് ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്, നല്ല മ്യൂസിയമാണ്, അതും ഒരു നേച്ചറാണ്, ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ആ മ്യൂസിയം ഇരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്, അത് ആരുടെ മ്യൂസിയം എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവണല്ലോ, എൻ്റെ വിചാരം ഓക്കെ മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ ഇവിടേക്ക് പോവാണെന്നാണ്, നിയറുടെ അടുത്തേക്ക് DC പോവാണെന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അന്ന് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇവരെല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അലീനയുടെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ DC പിന്നെ നമുക്ക് 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ട്രാഫിക് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പിള്ളേർ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, മമ്മി നേരത്തെ ഇറങ്ങണ്ട, നമുക്ക് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി, നമുക്ക് ഹോട്ടലിൽ അവിടെ വൈകിട്ടേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാധാരണ ഹോട്ടലിലേക്ക് 11 മണിക്കാണല്ലോ എല്ലാവർക്കും കിട്ടുക. ഞാൻ പറഞ്ഞു, ഹോട്ടൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നേരത്തെ ചെന്നാലും ട്രാഫിക് ഇല്ലാണ്ട് നിയർ അവിടേക്ക് ചെല്ലാമല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടേക്ക് കറങ്ങാതെ കഴിഞ്ഞിട്ട് ഹോട്ടലിൽ കിട്ടുമ്പോൾ നമുക്ക് കയറിയാൽ മതി ഇതൊക്കെ പറയണ്ടായിരുന്നു. ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നേരം വൈകിപ്പിച്ചിട്ട് അവർ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മളവിടെ ചെന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ പോയി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം തന്നെയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇവരെന്നെ കൊണ്ടുപോകുന്നത് ഇവിടേക്കാന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ഇവരാരോ നീയെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, അലീനയും പിന്നെ നീനയും കൂടിയിട്ട് അവരുടെ വീഡിയോയിൽ 2 ചെറിയ ക്ലിപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് കയറിയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. അത് അതിൻ്റെ മുഴുവനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, അതിൻ്റെ ചെറിയ 2 ക്ലിപ്പ് ഇവരുടെ 2 വീഡിയോയിൽ 2 ഫോണിൽ കിടന്നിട്ട് ഞാൻ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് വലിയൊരു സർപ്രൈസ് പാർട്ടി ആയിരുന്നു എനിക്ക്. എൻ്റെ പ്ലാൻ മുഴുവൻ ഇവിടെ നമ്മൾ മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അപ്പോഴും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറുമ്പോൾ എൻ്റെ വിചാരം ഇത് മ്യൂസിയത്തിലേക്ക് കയറണമെന്നാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ ഞാൻ ഇവരുടെ മുഖത്തേക്ക് നോക്കണില്ല, നീയുടെ മുഖത്തേക്ക് ഞാൻ നോക്കണില്ല. ഞാൻ വിചാരിച്ചു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഈ കാടിൻ്റെ ഉള്ളിലാണല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വട്ടമുള്ള ആൾക്കാരായിരിക്കും, അതുകൊണ്ട് നിങ്ങളുടെന്ന് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മദേഴ്സ് ഡേയുടെ ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോഴും ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മുഖത്തേക്ക് നോക്കുമ്പോൾ നീയ, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ വരും എന്നുള്ളത്. നീയ പക്ഷേ അവിടെ നിന്ന് രാവിലെ വെളുപ്പിന് 6 മണിക്ക് അവിടെ നിന്ന് പോന്നു, സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു അന്ന് രാത്രി അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അന്ന് രാത്രി ഇരുന്നിട്ട് താറവറി ഉണ്ടാക്കലും ഒക്കെ ആയിരുന്നു അവളുടെ പരിപാടി. അങ്ങനെ അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെ ഭയങ്കര സർപ്രൈസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിയറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. വെർജീനിയയിലും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വെർജീനിയയിൽ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, അവിടെ നല്ലൊരു കേവൊക്കെ ഉണ്ട്, ഭയങ്കര കേവ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പോകുമ്പോൾ ആ കേവൊക്കെ നിങ്ങളെ കാണിക്കാം എന്നുള്ളത് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളിങ്ങനെ വെക്കേഷന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ അടുത്ത്. അപ്പോൾ എൻ്റെ പ്ലാനിങ് മുഴുവനും നമ്മൾ അലീനയുടെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നിയറുടെ അടുത്തേക്ക് പോകണമെന്നുള്ളതാണ് എൻ്റെ പ്ലാനായിരുന്നത്. പക്ഷേ ഇവർ ഇങ്ങനെ എന്നെ പറ്റിച്ചു, എനിക്കിങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടിയാണ് അവർ. ഇത് ഇവിടുത്തെ ട്രാഷ് ക്യാനൊക്കെ കേട്ടത്. പിന്നെ ഇവിടെ ഒന്നും ഇങ്ങനെ ഒന്ന് ടാറൊന്നും ഇട്ടിട്ടൊന്നുമില്ല, ഇവിടെ എന്തോ ഇതിട്ടിട്ടുണ്ട് കേട്ടോ, ഈ മെറ്റലൊക്കെ ഇട്ടിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്നോ ഒക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല സൂപ്പർ രസമായിരിക്കും, കാരണം ഇത് ഫുള്ള് ഇങ്ങനെ സ്നോയിലും മൂടി കിടക്കുമ്പോഴേ പിന്നെ വേറെ വീടുകളൊന്നുമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ സ്നോ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പണി കിട്ടും, കാരണം അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് സ്നോ മാറ്റാണ്ട് ഇങ്ങോട്ടേക്ക് വരാനൊന്നും പറ്റില്ലല്ലോ. അങ്ങോട്ട് അറ്റത്തേക്ക് പോകണം, കുറേ പോകണം. എന്നിട്ട് ഈ വഴി മൊത്തം നമ്മളുടെ വഴിയാണല്ലോ, അപ്പോൾ നമ്മുടെ വഴിയല്ല, വീട്ടുകാരുടെ വഴിയാണല്ലോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇത് ഫുള്ള് ക്ലീൻ ചെയ്താൽ മാത്രമല്ലേ നമുക്ക് വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്നോ വീഴുന്ന സ്ഥലമാണ്. കിളിയുടെ പാട്ട് കേട്ടാ, എന്തൊക്കെ ആ കിളിയോടെ നോക്കട്ടെ കേട്ടോ, നല്ല സൗണ്ട്, പലതരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ നേരം ആയതുകൊണ്ട് തന്നെ മരത്തിന് അതേ അവിടെ വന്നിട്ട് ഒരുത്തൻ പോയി. അതെ അവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ.
അവരൊക്കെ ഇരുന്നിട്ടാണ് ഈ പല സൗണ്ടുകളും ഉണ്ടാക്കണേ. ഇവിടെ കിളിക്ക് നമ്മൾ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ പോലെ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടമാനം കിളികൾ വരും കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ എല്ലാവരും ഇത് നമ്മുടെ വീടല്ല. ഇവിടെ അകത്ത് നമ്മൾ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് വുഡ് ഇട്ടിട്ട് കത്തിക്കില്ലേ ഫയർ പ്ലേസിൽ, അതിൻ്റെ വുഡ് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് ഈ കാട്ടിൽ നിന്ന് തന്നെ വേണ്ട വുഡുകൾ വെട്ടിയെടുക്കാം. കാട്ടിലേക്ക് കുറേ വുഡ് എടുക്കുന്നുണ്ട്, പക്ഷേ അത് വെട്ടിയൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അവിടെ ഒരു കമ്പി വെച്ചാലുണ്ടല്ലേ, അത് ആ ഫയർ പ്ലേസ് അകത്ത് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പുക പോകാൻ വേണ്ടിയിട്ടാട്ടാ. ഈ വീട് ഇരിക്കുന്നത് ഭയങ്കര പൊക്കത്താട്ടാ. അതിൻ്റെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുറേ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു കാടിൻ്റെ മുകളിലെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഭയങ്കര കിളിപ്പട്ടം പറഞ്ഞേ. ഇതാണ് ഹോട്ട് ടബ്. അതിൻ്റെ ഉള്ളിൽ മോട്ടർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ നല്ല സ്റ്റീം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുറക്കുമ്പോൾ കാണിക്കട്ടെ. അപ്പം ഇതിങ്ങനെ പൊന്തിച്ചേക്കാം. അവിടെ കാല് കണ്ടില്ലേ, അത് വെച്ചിട്ട് അങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെയാണ് വീട് പൊന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഡെക്ക് അങ്ങോട്ട് ചിറ്റോറുണ്ട് കേട്ടോ. അവിടെ ഒരു ഗ്രില്ലൊക്കെ ഉണ്ട്, കണ്ടില്ലേ, അത് മൂടി വെച്ചേക്കാം. നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറക്കാം. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഡ്രസ്സുകൾ അഴയമായിട്ടാണ് എന്തോ സാധനം തോന്നുന്നു, തുറന്നു നോക്കിയില്ല, കണ്ടിട്ട് അതിനെ തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറത്തെ കാഴ്ച. ഞാൻ അതിൽ കൂടെ ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാടിൻ്റെ അങ്ങോട്ടേക്ക് അറ്റത്തേക്ക് അങ്ങോട്ട് പോകും. അത് തന്നെ. അപ്പോൾ ഇതാണ് വീട്. ഞാൻ അകത്തേക്കാട്ടെ. അവിടെ ആരും എഴുന്നേറ്റ് പോൾസാണ്, ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. പിള്ളേർ എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷെ ആരും ഈ വീട്ടിൽ തന്നെയാണ് എല്ലാവരും. നിങ്ങൾ വന്ന ആനയാണ് കാണാൻ പറ്റുക. എത്ര ആന അവിടെ വെള്ളത്തിൽ കുളിക്കണേ. നല്ല കുളിയാ. അയ്യോ, കുഞ്ഞുങ്ങളുടെ എത്രണ്ണ നീ വന്ന് നോക്ക. ഞാൻ ശരിക്കും നോർത്ത് അമേരിക്കയുടെ ആനയുണ്ട്, ഞാൻ കാണുന്നുണ്ട് അപ്പുറത്തെ പുഴയിൽ. രാവിലെ നേരം ഇതുണ്ട്. എത്ര എണ്ണ കുളിക്കാൻ വന്നാണ്. ആണെങ്കിൽ വന്നാൽ കാണാൻ പറ്റും ആന കുളിക്കുന്നു. നാട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തോൽപ്പിക്കാട്ടോ ആന വന്ന് കുളിക്കുന്നത് കാണാമല്ലോ. പക്ഷെ ഇവിടെ ആനയില്ല കേട്ടോ. ആരോ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആനയുണ്ടോയെന്ന്. ഇവിടെ ആനയില്ല കേട്ടോ. ഇവിടെ കൂടുതലുള്ളത് മാനാണ്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ വരുന്ന വഴി റോട്ടിൽ എത്ര മാന വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. മാനുണ്ട് ഇവിടെ. മാനാണ് ഇവിടെ കാടുകളിൽ കൂടുതലുള്ളത്. വേറെ അങ്ങനെ വലിയ മൃഗങ്ങളൊന്നും. ചില സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കരടീനെ അങ്ങോട്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയണ്ട. അത് ഇവിടെ നല്ലതെന്ന് തോന്നുന്നു. സാധാരണ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, മാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇങ്ങനെ കരടിയൊന്നും ആൾക്കാരെ പിടിച്ച് കൊന്നായിട്ട് നമ്മൾ ഇന്നവരെ ന്യൂസിൽ കേട്ടിട്ടില്ല. മാന് കണ്ടമാനുണ്ട്. കണ്ടമാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം. മാനിയുടെ കണ്ടമാനം കിളികൾ കിടന്ന് പറക്കുന്നുണ്ട്. നല്ല ഒരു തണുപ്പുണ്ട് കേട്ടോ. അതിവിടെ കിടക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്, കസേര സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ അവിടെ നോക്കിയപ്പോൾ കണ്ടിരുന്ന ഡെക്ക്. ഇതിപ്പോൾ ഇങ്ങനെ ഇലകളൊക്കെ വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിക്കേ മൊത്തം അതൊക്കെ ഇങ്ങനെ വീണെടുക്കുക. അതൊക്കെ ഫുള്ളും വുഡ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു ബ്ലോർ അടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വരുന്നുണ്ട്. അതെ വരുന്നുണ്ട്. പപ്പ 2-3 കാപ്പി കഴിഞ്ഞു. വെള്ളം നിറയ്ക്കണ്ട.